അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കൊന്ന് സുഖമാണ്, അങ്ങനെ പോകുന്നു. അപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പൊന്നു മക്കൾ പോകുമ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും കാറ്റും മഴയും വെള്ളക്കെട്ടും റോട്ടിലെ കുഴിയൊന്നും അറിയില്ല. പൊന്നു മക്കളെ ബൈക്കൊണ്ടും കാറുകൊണ്ടും പോകുമ്പോൾ സൂക്ഷിക്കുക. മരത്തിൻ്റെ കൊമ്പുകളൊക്കെ കാറ്റാണ്, പൊട്ടിച്ചാടാനുള്ള വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും സൂക്ഷിച്ച് പോകണം. നിങ്ങളെ കാത്തൊരു കുടുംബമുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ടൂറ് പോകുമ്പോൾ വെള്ളച്ചാട്ടം കാണാനൊക്കെ ആൺകുട്ടികൾ എല്ലാവരും കൂടി സംഘം ചേർന്ന് പോകുന്ന സമയമാണ്. അപ്പോൾ കാണാൻ കണ്ണിന് നല്ല ഇമ്പമാർന്ന കാഴ്ചയാണ്. അവിടെ പോയി സെൽഫി എടുത്ത് പാറൻ്റെ മുകളിലൊക്കെ ഇരുന്ന് സെൽഫി എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം സെൽഫി എടുക്കാൻ പോയി പലവരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ നമ്മളെ നജിലാൻ്റെ ഒരു വീഡിയോ കണ്ടു. ഞാൻ നജില പറയുന്നത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നജിലാൻ്റെ അറിയാത്ത കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നില്ല. നജില പറയുന്ന കാര്യങ്ങളെടുത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം അവൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങളെടുത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത് ഒരുപാട് പല മനുഷ്യന്മാരും ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആരെക്കുറിച്ച് ചെയ്താലും അത് അവരെ ഒരുപാട് വേദനിപ്പിക്കാത്ത രൂപത്തിലേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. കാരണം അവർ പറയുന്നത് വെച്ച് ചെയ്യാനല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. എൻ്റെ അടുത്ത് ഒരു തെളിവുമില്ല. അപ്പോൾ അവർ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തെളിവില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അറുത്ത് മുറിച്ച് ഇതാണ് സത്യം എന്ന് പറയുക? അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ നജില പറയുന്ന ഒരു കാര്യം കേട്ടു. രാവിലെ മിനിഞ്ഞാന്ന് കരഞ്ഞു വിളിച്ചും കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം മസ്റൂറ മോൾ അങ്ങനെ ഒരു മൊഴി കൊടുക്കൂല, അവളെ കൊണ്ട് അങ്ങനെ കൊടുപ്പിച്ചതാണ്. റഹീമിൻ്റെ കൂടെ കൊണ്ടുപോയി, റഹീം പോയി ഡ്രസ്സ് എടുത്തു കൊടുത്തു, ഇതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും. പക്ഷേ എനിക്കറിയില്ലായിരുന്നു സത്യം എന്ന്. ഇപ്പം ഇന്നലെ നജില പിന്നെ റഹീമിനെ കുറിച്ചൊന്നും നജില പറഞ്ഞിട്ടില്ല വീഡിയോസിൽ. ഇന്നലെ ഇറങ്ങി വന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യം, മറ്റുള്ളവരൊന്നും പറയുന്നതല്ല സത്യം. എന്നെയും മസ്റൂറ മോളെയും എൻ്റെ മറ്റുള്ള രണ്ട് ആൺകുട്ടികളെയും ഇരുത്തി കൗൺസിലിംഗ് തന്നു. സന്തോഷമാണ്, ഞാൻ വിചാരിച്ച മാതിരി തന്നെ കാര്യം വന്നിട്ടുള്ളത് എന്നൊക്കെ തന്നെയാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നജിലാനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, നജില ആരെങ്കിലും പറയുന്നത് കേട്ട് നീ ചാടി പുറപ്പെട്ട് കരഞ്ഞ് കണ്ണീര് വയത്ത് നിൻ്റെ മനസ്സിനും ശരീരത്തിനും പ്രശ്നം ഉണ്ടാകുന്ന മാതിരി നീ വീഡിയോ ചെയ്യല്ലേ. നീ അത്ര ബുദ്ധിമുട്ടാനും പോകണ്ട. ആദ്യമായിട്ട് നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സത്യം എന്താണെന്ന് ആദ്യം അറിയുക. ആര് എന്ത് പറഞ്ഞാലും അതാണോ സത്യം ഇതാണോ സത്യം എന്ന് അറിയണതിൻ്റെ മുമ്പ് നീ ചാടിപ്പടഞ്ഞ് ഇതാകണ്ട. സത്യം അറിഞ്ഞതിന് ശേഷം നീ വിഷമിക്കാൻ നിന്നാൽ മതിയല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നീ ഹാപ്പി ആയിട്ട് വന്ന് വീഡിയോ ചെയ്യണ്ടായിരുന്നു. കാരണം ഇവർ പറയണമെന്നൊന്നല്ല, ശരി ഞാൻ പോയി കണ്ടു, കൗൺസിലിംഗ് കിട്ടി, സന്തോഷമാണ്, മോൾ അവിടെ തന്നെ നിന്നോട്ടെ, മോളുടെ ചിലവുകൾ ഞാൻ എടുക്കും, പഠിപ്പിൻ്റെ ചിലവ് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ എടുക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നെ എനിക്ക് നജിലാനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളെ ഒരിക്കലും കുറ്റം പറയണ്ട. നീ ആദ്യം ഷാൻ്റെ കൂടെ പോയതിന് ശേഷം അവിടുന്ന് തിരിച്ചു വന്ന് ഷാൻ നിനക്ക് നല്ല ബുദ്ധിമുട്ടായ ഒരു സമയമായപ്പോൾ നിൻ്റെ വാപ്പ തന്നെയാണ് എന്നെ വന്ന് രക്ഷപ്പെടുത്തിയത്. കാരണം അടിക്കാനും പിടിക്കാനും എല്ലാത്തിനും നിൻ്റെ വാപ്പ തന്നെ. ഷാനിന് 2 കൊടുത്തിട്ട് വിടാനാണെങ്കിലും അവിടുന്ന് ഇറക്കി, ഷാനിന് 2 കൊടുത്ത് അവിടുന്ന് ഇറക്കി വിട്ടത് നിൻ്റെ വാപ്പ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെ കൂടുതൽ കുറ്റം പറയണ്ട. ഏത് മാതാപിതാക്കൾക്കും സ്വന്തം മക്കൾ നശിച്ചു പോകട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ എന്നുള്ള ചിന്ത ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവില്ല. പിന്നെ നമ്മളൊന്നും ഓർക്കേണ്ട എന്താ വെച്ചാൽ 10-30 വയസ്സായി, ഇന്ന് 5 വയസ്സായ 3 വയസ്സായ കുട്ടീനെ പോലും മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ മാഷന്മാർക്കോ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കോ അടിക്കാനുള്ള നിയമമില്ല. അപ്പോൾ പ്രായപൂർത്തിയായി 10-32 വയസ്സായ ഒരു നജിലാനെ മാതാപിതാക്കൾ നോക്കൂലേ ചെയ്യൂലേ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഒരു പരിധിയുണ്ട്. അത് നമ്മൾക്ക് ഏത് കുടുംബത്തിലുള്ള മക്കളാണെങ്കിലും നമ്മൾക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അനുസരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവരാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ കുറ്റം പറയുന്നതിൽ ഒരർത്ഥമല്ല. കാരണം മാതാപിതാക്കൾ ഒരിക്കലും ഒരു മക്കളെ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി വിടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരെ കാണുന്നില്ല, അവർ പറയുന്നില്ല, അതുകൊണ്ടാണ് നമ്മളത് അറിയാത്തത്. എല്ലാ മാതാപിതാക്കളും അതിനെ എതിർക്കുക തന്നെ ചെയ്യുള്ളൂ.
പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ മാതാപിതാക്കൾ എതിർക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മാതാപിതാക്കളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. മാതാപിതാക്കൾക്കും തലനൂർത്തി നടക്കണമല്ലോ നാട്ടിൽ കൂടെ. അപ്പോൾ അത് കാരണം കൊണ്ട് അവരത് പറയുന്നുണ്ടാവാം, അനുസരിക്കാത്തതായിരിക്കാം. അതുകൊണ്ട് പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് സ്കൂളിൽ പഠിക്കുന്നോ മദ്രസയിൽ പഠിക്കുന്നോ മക്കളെ സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും വരെ മക്കളെ അടിക്കാൻ നിയമമില്ല. ആ മക്കൾ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ മർദ്ദിച്ചു പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസാണ് അവരെടുക്കുക. അത് നെജിലയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇനി നെജിലയുടെ മോളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. നെജില തെറ്റ് ചെയ്യുന്നത് മാതാപിതാക്കൾ സാക്ഷിച്ചിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേമാതിരി നെജിലയുടെ മോളാണ് പോയി മൊഴി കൊടുക്കുന്നുണ്ടെങ്കിൽ നെജിലയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നെജിലയുടെ മോൾ മൊഴി കൊടുക്കുന്ന ആ മൊഴി എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു വീഡിയോസും കൂടി ഞാൻ ഇടുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് തെളിവുകളില്ല. അപ്പോൾ തെളിവുകൾ വെച്ച് സംസാരിക്കുന്നവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ അടുത്തായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മഴയാണ് സൂക്ഷിക്കുക. എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും കോപ്പി അടിക്കുന്നില്ല, ആരെയും വെളുപ്പിക്കാനല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും.